ഈ മൗൾഡ് വെച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഞാനൊരു ഫോട്ടോ ഫ്രെയിം തന്നെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ കുറച്ച് മാറ്റമുണ്ട്. ഫ്രിഡ്ജ് മാഗ്നറ്റ് ആട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലിയ സ്റ്റെപ്പുകളൊന്നുമില്ല. മൗൾഡ് എടുത്തു, അതിൽ ഇതുപോലെ ക്ലേ എടുത്ത് ഫില്ല് ചെയ്തു അടിപൊളിയായിട്ട്. പിന്നെ കുറച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യുന്നുണ്ട്. എന്തിനാ വെച്ചാൽ നമുക്ക് മാഗ്നറ്റ് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ 1-2 മൗൾഡിൽ അങ്ങനെ പറ്റില്ലായിരുന്നു. സോ ഞാനത് കാർബോർഡങ്ങ വെച്ചിട്ട് അതിന് ശേഷം ഫില്ല് ചെയ്ത് മാഗ്നറ്റ് വെക്കും കേട്ടോ. അപ്പോൾ ഇത്തവണ എല്ലാ ക്യൂട്ടായിട്ടുള്ള മൗൾഡും ഞാൻ ഫില്ല് ചെയ്തു കേട്ടോ ക്ലേ വെച്ചിട്ട്. ആൻഡ് ഓൾസോ ഞാൻ യൂസ് ചെയ്തത് ഫെവിക്രിലിൻ്റെ ക്ലേ ആണ്. എനിക്ക് ആ ക്ലേ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എല്ലാ ക്രാഫ്റ്റിലും ഞാൻ അധികവും ഫെവിക്രിലിൻ്റെ ക്ലേ ആണ് യൂസ് ചെയ്യല്. ബിക്കോസ് ഇത് വേഗം ഡ്രൈ ആവും ചെയ്യും. അത് മാത്രമല്ല ഒരു സ്റ്റോൺ പോലെ തന്നെ ഫീൽ ചെയ്യുക. അത് അല്ലെങ്കിൽ നമ്മുടെ സിമെൻ്റൊക്കെ ഇട്ട പോലെയാണ് ഫീൽ ചെയ്യൽ എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ മൗൾഡിൽ നിന്ന് അത് പുറത്തെടുത്തപ്പോൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം അത്രയും, അതായത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ വന്നായിരുന്നു. നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൗൾഡിൽ നിന്ന് ഈ ക്ലേ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിന് കളർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു വലിയ മൗൾഡ് നോക്കിക്കേ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്തൊരു ഭംഗിയാണല്ലേ. ഇനി ഇതുപോലത്തെ കുറേ മൗൾഡ് വാങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും വാങ്ങാൻ കിട്ടുമോ അറിയെങ്കിൽ പറയണം കേട്ടോ, ഓൺലൈനായിട്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതിന് ഞാൻ ബ്ലാക്ക് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം എനിക്ക് വേണ്ടത് ഒരു ആൻറ്റിക്ക് ഗോൾഡൻ ഫ്രെയിമാണ്. സോ ആദ്യം ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് എല്ലാ ഫ്രെയിംസും ഫില്ല് ചെയ്യുകയാണ്. ഇനി ഇതല്ല എന്നാണെങ്കിൽ നമുക്ക് ബ്രൗൺ വെച്ച് ഫില്ല് ചെയ്താലും ഒരു വുഡൻ ആൻറ്റിക്കായിട്ടുള്ള ഫീലായിട്ടുള്ളത് കിട്ടും. ഓക്കെ, എനിക്കിതാണ് ഇഷ്ടം. കാരണം ഞാൻ മുമ്പ് ചെയ്തത് ബ്രൗൺ ആയിരുന്നു, പക്ഷേ എനിക്കത്ര ഒരു ഇഷ്ടം ഫീൽ ചെയ്തില്ല. സോ ഞാൻ ബ്ലാക്ക് വെച്ചിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്തത്. സോ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ ഫിനിഷാണ് കേട്ടോ. സോ ഫിംഗർ വെച്ചിട്ടാണ് ഗോൾഡ് ഇതുപോലെ കൊടുക്കുന്നത്. ഫുള്ളായി കൊടുത്താൽ നിങ്ങൾക്കറിയാമല്ലോ ആ ബ്ലാക്കിൻ്റെ ഭംഗിയൊക്കെ പോകും. സോ വിരൽ വെച്ചിട്ട് ഡീറ്റെയിലിങ്ങിന് മാത്രം ടച്ച് ആവുന്ന വിധത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ നല്ല അടിപൊളിയായിട്ടുള്ള ആൻറ്റിക് ഫ്രെയിംസാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. നോക്കിക്കേ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഇതൊരു ഭംഗിയല്ലേ ഓരോന്നും കളർ ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേഴും. പിന്നെ ഇതിൽ ഏറ്റവും എനിക്ക് ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തൊരു ഫ്രെയിമാട്ടോ ഇത്. ഒരു വാൽക്കണ്ണാടിയൊക്കെ പോലെയില്ലേ ഇത് കാണാൻ. എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ മൂവിയിലൊക്കെ ഞാൻ അങ്ങനെ ഒരു ഫ്രെയിം കണ്ടിട്ടുണ്ട്. ഓക്കെ, എനിവേ അങ്ങനെ നമ്മൾ ഗോൾഡും കളർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഫ്രെയിം എല്ലാം അടിപൊളിയായിട്ട് റെഡിയായി. സൂപ്പറല്ലേ? അപ്പോൾ ഇനിയാണ് നമ്മുടെ പെയിൻറ്റിങ്സ്. അപ്പോൾ ഇന്നലെ ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പെയിൻറ്റിങ്സിൻ്റെ പ്രിൻ്റ്. അപ്പോൾ അത് മുറിച്ച് ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റേതായ തട്ടിക്കൂട്ടളവിലായിരുന്നു ഫോട്ടോ പ്രിൻ്റ് ചെയ്തെടുത്തത്. സോ എൻ്റെ ഈ ഫ്രെയിമിലൊന്നും കറക്റ്റ് ഫിറ്റല്ലായിരുന്നു. സാരില്ല, നമ്മൾ വീട്ടിൽ ചുമ്മാ എൻ്റെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ആക്കണതല്ലേ, അപ്പോൾ ഇറ്റ്സ് ഓക്കെ. പക്ഷെ എന്നാലും ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ ഇത് വാർണിഷ് ചെയ്യാം. പിന്നെ നമ്മുടെ റെസിൻ എടുത്തിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുകയൊക്കെ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയാവും. സംഭവം സെറ്റായിട്ടുണ്ട്. നോക്കിക്ക്, നല്ല വാങ്ങി വെക്കുന്നതിനേക്കാളും സൂപ്പറായിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ് ഞാനിവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ മാഗ്നറ്റൊക്കെ ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. അത്ര പൈസയൊന്നുമില്ല, 100 രൂപയ്ക്ക് ഒരു കുന്ന് കണക്കിന് മാഗ്നറ്റൊക്കെ കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ആൻറ്റിക്കായിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ് കിട്ടും. ഇനി ഇതിൽ നിങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ടും ഫ്രിഡ്ജ് മാഗ്നറ്റ് ആക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.